ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എഴുതിയ കാവ്യ സൗന്ദര്യമുള്ള ഒരു ലേഖനത്തിന്റെ അന്ത്യത്തിൽ ഒരു നുറുങ്ങ് കഥ ചേർത്തിട്ടുണ്ട്. കുറച്ചു വരികളേ ഉള്ളൂ. പാതിര കഴിഞ്ഞ നേരത്ത് പള്ളിമേടയിലേക്കൊരു ഫോൺ വന്നു. പൂച്ച മരിച്ചു. അതിനെ പള്ളി സെമിത്തേരിയിൽ അടക്കാൻ പറ്റുമോ എന്നറിയാനാണ്. പാതിരി വായിൽ വന്ന തെറിയൊക്കെ വിളിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അപ്പുറത്തു നിന്ന് ശാന്തമായ ഒരു അറിയിപ്പ്. പൂച്ചയുടെ ഒസ്യത്തിൽ അതിനെ അടക്കുന്ന പള്ളിക്കാണ് അതിന്റെ സ്വത്തുക്കളെല്ലാം. മാത്ര നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഇപ്പുറത്തു നിന്ന് ഒരു ചോദ്യം: നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ, ഞാൻ അങ്ങോട്ട് വരണോ? കഥ തീർന്നു. ഏറെ നേരം പൊട്ടിച്ചിരിച്ചും ഊറിച്ചിരിച്ചും കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ മുന്നിലേക്ക് കുറെ സത്യങ്ങളും കുറെ സംശയങ്ങളും കുറെ ചോദ്യങ്ങളും ഒക്കെ വരിക. ചോദ്യങ്ങൾ ഇങ്ങനെയാവും: നമ്മുടെ നാട്ടിലെ പാവം പൂച്ചകൾക്കുണ്ടോ സ്വത്തും പണവും? സായിപ്പിന്റെ പൂച്ചസാറന്മാർക്കല്ലേ അതൊക്കെ ഉണ്ടാവുക? പിന്നത്തെ ചോദ്യം: പൂച്ചസാർ ഒസ്യത്തിൽ എങ്ങനെയാകും ഒപ്പുവെച്ചിട്ടുണ്ടാവുക? മുൻകാലികളിൽ വലത്തേത് മഷിയിൽ മുക്കിയാകുമോ? പൂച്ചയുടെ വക്കീലന്മാരാരായിരിക്കും? പൂച്ചകൾക്ക് രജിസ്റ്റർ ഓഫീസ് ഉണ്ടാകുമോ? നമ്മുടെ നാട്ടിലെ എച്ചി പൂച്ചകൾക്ക് കുറെ ചീഞ്ഞ മീൻതലയൊക്കെ അല്ലേ സ്വത്തായി കാണൂ. ബാങ്ക് ബാലൻസും വീടുമൊക്കെ സായിപ്പന്മാരുടെ പൂച്ചകൾക്കുണ്ടായെന്നിരിക്കും. വിദേശങ്ങളിൽ അതിഗംഭീരമായ ശവസംസ്കാര ചടങ്ങുകൾ എത്രയോ ഓമന മൃഗങ്ങൾക്ക് നടത്തപ്പെടാറുണ്ട് എന്ന് നാം വാരികകളിൽ വായിക്കുന്നു, ടെലിവിഷനിൽ കാണുന്നു. പെറ്റ്സിന് മാത്രമായി വസ്ത്രങ്ങളും ആഭരണങ്ങളും കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന കടകൾ ഇന്ത്യയിലും വന്നു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലുമുണ്ട്. എന്തായാലും സാധാ മനുഷ്യരായാലും അവരെ നേർവഴിക്ക് നടത്താൻ ബാധ്യസ്ഥരായ ഭൗതിക സമ്പത്തുകൾക്കൊക്കെ അപ്പുറം ആത്മാവിന്റെയും സ്വർഗത്തിന്റെയും വില എന്തെന്ന് പഠിപ്പിക്കുന്ന പുരോഹിത വർഗമായാലും പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന സത്യം ബോബിയച്ചൻ ഓർമ്മിപ്പിക്കുന്നു. ഒറ്റ മാത്ര കൊണ്ട് അദ്ദേഹമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പൂച്ചസാറും നമുക്ക് അദൃശ്യനായ ഗുരുവായിത്തീരുന്നു. അധികം ചിരിക്കേണ്ടതില്ല. നമ്മൾ വലിയവരെന്ന് മാനിക്കുന്ന എത്ര പേർ യഥാർത്ഥത്തിൽ മൂല്യമുള്ളവരാണ്? നമ്മൾ മാനിക്കുന്നത് അവരുടെ സ്ഥാനമാനങ്ങളെയും ഉദ്യോഗങ്ങളെയും പഠിപ്പിനെയും പദവിയെയും സമ്പത്തിനെയും ഒക്കെയല്ലേ? അല്ലാതെ വ്യക്തിയുടെ മൂല്യമറിഞ്ഞ് നമ്മൾ എത്ര പേരെ മാനിക്കുന്നുണ്ടാവും, ആദരിക്കുന്നുണ്ടാവും? ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. മൃഗങ്ങളെ ആദരിക്കരുത് എന്നീ പറഞ്ഞതിനർത്ഥമില്ല എന്നെടുത്തു പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ പറയുന്നവരോട് ക്ഷമിക്കാൻ പല മൃഗപ്രേമികൾക്കും കഴിയില്ല എന്നെനിക്കറിയാം.